ഭൂലോകം മുഴുവൻ അടക്കിവാണിരുന്ന സുലൈമാൻ നബിയെ അള്ളാഹു സർവ്വവിധ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിച്ചിരുന്നു. ജിന്നുകളും പിശാചുക്കളും പക്ഷിമൃഗാദികളുമെല്ലാം അദ്ദേഹത്തിൻ്റെ ആജ്ഞയ്ക്ക് വിധേയരായിരുന്നു. നബിയുടെ രാജധാനി സ്വർണ്ണമയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിംഹാസനം മരതകം, ഗോമേതകം, വൈഡൂര്യം, മാണിക്യം, ആനക്കൊമ്പ്, സ്വർണം മുതലായവ കൊണ്ട് നിർമ്മിച്ച അതിവിശിഷ്ടമായ ഒന്നായിരുന്നു. ഭൂലോകം മുഴുവൻ നബിക്ക് അധീനമായതടക്കമുള്ള സർവ്വ സൗഭാഗ്യങ്ങളും കൈവന്നത് മാലാഖ മുഖേന അദ്ദേഹത്തിന് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ഒരു അത്ഭുത മോതിരം മൂലമാണത്രേ. ആ മോതിരം അദ്ദേഹം കൈവിരലിൽ അണിഞ്ഞിരുന്നു. അതിന്മേൽ സൃഷ്ടി, സ്ഥിതി, സംഹാര കർത്താവ് ഏകൻ മാത്രം എന്ന് അറബിയിൽ ആലേഖനം ചെയ്തിരുന്നു. അതിനാൽ മലമൂത്ര വിസർജന വേളയിൽ ആ മോതിരം അദ്ദേഹം ഊരിവെക്കുക പതിവായിരുന്നു. ഒരു ദിവസം മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ മോതിരം തൻ്റെ പ്രിയപുത്രിയായ അമീനയെയാണ് ഏൽപ്പിച്ചത്. ഈ സന്ദർഭത്തിൽ തക്കം പാർത്തിരിക്കുകയായിരുന്ന ഒരു കരിമ്പൂതം സുലൈമാൻ നബിയുടെ വേഷത്തിൽ അമീനയെ സമീപിച്ച് മോതിരം ആവശ്യപ്പെട്ടു. ഭൂതത്തെ പിതാവെന്ന് തെറ്റിദ്ധരിച്ച നിഷ്കളങ്കയായ ആ പെൺകുട്ടി സംശയമൊന്നും കൂടാതെ ആ മോതിരം ഭൂതത്തിന് കൊടുത്തു. ഭൂതം മോതിരം വിരലിൽ ധരിച്ചു. മോതിരത്തിൻ്റെ പ്രഭാവത്താൽ സുലൈമാൻ നബിക്ക് അടിമപ്പെട്ടിരുന്ന എല്ലാ സൃഷ്ടിജാലങ്ങളും കരിഭൂതത്തിൻ്റെ അധീനത്തിലായി. താമസിച്ചില്ല, അവൻ നബിയുടെ സിംഹാസനത്തിൻ്റെ ആസനസ്ഥനായി ഭരണം തുടങ്ങി. കാഴ്ചയിലും ഭാവത്തിലും സുലൈമാൻ നബിയുമായി അവന് യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അതിനാൽ നബിയുടെ പരിവാരങ്ങളും കിങ്കരന്മാരുമെല്ലാം ഭൂതത്തെ അക്ഷരം പ്രതി അനുസരിച്ചു. മലമൂത്ര വിസർജനം കഴിഞ്ഞ് തിരിച്ചു വന്ന നബി പുത്രിയോട് മോതിരം ആവശ്യപ്പെട്ടു. വിസ്മയഭരിതയായ പുത്രി ചോദിച്ചു, പ്രിയ പിതാവേ, അങ്ങ് കുറച്ചു മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് മോതിരം തിരിച്ചു വാങ്ങിയത് ഓർക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് രണ്ടാം തവണയും അങ്ങ് അത് ആവശ്യപ്പെടുന്നത്? എന്തോ ചതി എവിടെയോ പറ്റിയിട്ടുണ്ടെന്ന് ബുദ്ധിമാനായ സുലൈമാൻ നബി മനസ്സിലാക്കി. സമയം കളയാതെ അദ്ദേഹം സിംഹാസനത്തിനടുത്തേക്ക് ചെന്നു നോക്കി. അദ്ദേഹത്തിന് തൻ്റെ സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സിംഹാസനത്തിൽ ഒരു പിശാചാണ് ഉപവിഷ്ടനായിരിക്കുന്നത്. അവനാണ് തൻ്റെ അത്ഭുത മോതിരം തട്ടിയെടുത്തിരിക്കുന്നത്. അള്ളാഹു തന്നെ ഒരു അഗ്നി പരീക്ഷണത്തിന് വിധേയനാക്കിയിരിക്കുകയാണെന്ന് ജ്ഞാനിയായ അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ ഹൃദയം പുകഞ്ഞു. ഒരു മഹാസാമ്രാജ്യമാണ് തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പതറാതെ മനസാന്നിധ്യം വീണ്ടെടുത്ത് രണ്ടാം തവണയും മകളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, നീ മോതിരം തിരിച്ചു കൊടുത്തത് നിന്റെ പിതാവിനല്ല, ഒരു കരിമ്പൂതത്തിനാണ്. അവൻ എൻ്റെ വേഷം കൊണ്ട് നിന്നെ കബളിപ്പിച്ചതാണ്. മോതിരത്തിൻ്റെ പ്രഭാവത്താൽ സിംഹാസനത്തിലിരുന്ന് ഇപ്പോൾ ഭരണം നടത്തുന്നത് ആ പിശാചാണ്. ഞാനാണ് നിന്റെ പിതാവ് സുലൈമാൻ നബി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പിതാവിന് തന്നെയാണ് മോതിരം കൊടുത്തത്. സിംഹാസനത്തിൽ ഇപ്പോൾ ഇരിക്കുന്നതും അദ്ദേഹം തന്നെ. എനിക്ക് അബദ്ധം പിടഞ്ഞിട്ടില്ല. നിങ്ങളാണ് കരിമ്പൂതം. ഇത് കേട്ട് ഞെട്ടിത്തിരിച്ചു പോയ സുലൈമാൻ നബിക്ക് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. അദ്ദേഹം സ്ഥലം വിട്ടു. ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹിതമനുസരിച്ചാണെന്ന് കരുതി നബി സമാധാനിച്ചു. ചക്രവർത്തി പദവി നഷ്ടപ്പെട്ടതിൽ അദ്ദേഹം ദുഃഖിച്ചില്ല. അള്ളാഹുവിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: കരുണാസാഗരനായ അള്ളാഹുവേ, നിൻ്റെ ഇഷ്ടമാണ് ഈ ദാസൻ്റെയും ഇഷ്ടം. നിൻ്റെ പരീക്ഷണങ്ങളിൽ പതറാതെ ആപത്ഘട്ടങ്ങളെ ക്ഷമയോടെ അതിജീവിക്കാനുള്ള കരുത്ത് എനിക്ക് നീ പ്രദാനം ചെയ്യണമേ. ഉപജീവനത്തുള്ള മാർഗം അദ്ദേഹം സ്വയം കണ്ടെത്തി. സമുദ്രതീരത്തു പോയി അദ്ദേഹം മത്സ്യം പിടിച്ചു ജീവിച്ചു. ആഗോള ചക്രവർത്തിയായിരുന്നപ്പോഴും അദ്ദേഹം വളരെ ലളിതമായ ജീവിതമാണല്ലോ നയിച്ചിരുന്നത്. തൻ്റെ പ്രിയപ്പെട്ട പ്രജകൾ ശുദ്ധമായ ഗോതമ്പ് റൊട്ടി ആഹരിച്ചിരുന്നപ്പോൾ അതിൻ്റെ ഉമി കൊണ്ടുണ്ടാക്കിയ പലഹാരം മാത്രമാണത്രേ അദ്ദേഹം ഭക്ഷിച്ചിരുന്നത്. കഷ്ടിച്ച് നഗ്നത മറക്കത്തക്ക ലളിതമായ വസ്ത്രധാരണ രീതിയായിരുന്നു നബിയുടേത്. കൈത്തൊഴിൽ ചെയ്തു കിട്ടിയിരുന്ന പൈസ കൊണ്ടാണ് അദ്ദേഹം ആഹാരം കഴിച്ചിരുന്നത്. പൊതു ഖജനാവിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും അദ്ദേഹം ശമ്പളമായി പറ്റിയിരുന്നില്ല. ഇപ്രകാരമുള്ള ഒരു ജീവിതം നയിച്ചിരുന്ന സുലൈമാൻ നബിക്ക് മീൻ പിടിച്ചു ജീവിക്കുക വിഷമകരമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഹിതം നിറവേറ്റാൻ തന്നെ ദൃഢനിശ്ചയം ചെയ്തു. സുലൈമാൻ നബിയുടെ രൂപതാദൃശ്യമുള്ള ഒരാൾ മത്സ്യം പിടിക്കുന്നതും വിറ്റു നടക്കുന്നതും ജനങ്ങൾ കൗതുകത്തോടെ വീക്ഷിച്ചു. ജനം അദ്ദേഹത്തിന് ചുറ്റും
കൂടി പലതും ചോദിച്ചു. ആരോടും ഒരക്ഷരം അതിനെപ്പറ്റി അദ്ദേഹം ഉരിയാടിയില്ല. അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കി. ദിവസങ്ങൾ കടന്നുപോയി. കരിമ്പൂതം രാജഭരണം ഉത്സാഹത്തോടു കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അവൻ്റെ തീർപ്പുകളും വിധികളും പിഴച്ചവയും അധാർമികങ്ങളുമായിരുന്നു. ക്രമേണ നബിയുടെ ഭാര്യയ്ക്കും കൊട്ടാരത്തിലുള്ളവർക്കും പ്രജകൾക്കുമെല്ലാം അവനിൽ സംശയം ജനിക്കാൻ തുടങ്ങി. അവരെല്ലാം ആ ഭൂതചക്രവർത്തിയിൽ നിന്ന് അകന്നു നിന്നു. പിന്നെ അവൻ്റെ ചെമ്പ് പുറത്താകാൻ അധികം താമസമുണ്ടായില്ല. അവൻ്റെ ദുർഭരണത്തെക്കുറിച്ച് ബോധ്യമായ ജനങ്ങൾ അവനെതിരെ തിരിഞ്ഞു. അവർ ഇളകിമറിഞ്ഞു. അവസാനം ഗത്യന്തരമില്ലാതെ 40-ാം ദിവസം ഭൂതം കടലിലേക്ക് എടുത്തു ചാടി ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. താൻ അപഹരിച്ച മോതിരം ഭൂതം കടലിലെറിഞ്ഞു. സംഗതിവശാൽ അന്നു നബിക്ക് കിട്ടിയ മത്സ്യം അദ്ദേഹം സ്വന്തം ആവശ്യത്തിന് മുറിച്ചു പാകം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മത്സ്യത്തിൻ്റെ വയർഭാഗം മുറിച്ചപ്പോൾ തൻ്റെ അത്ഭുത മോതിരം അതാ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കിടന്നു തിളങ്ങുന്നു. ഭൂതം മോതിരം കടലിലെറിഞ്ഞപ്പോൾ ആ മത്സ്യം അത് വിഴുങ്ങിയതായിരുന്നു. തൻ്റെ പരീക്ഷണഘട്ടം അവസാനിക്കുന്നതായി സുലൈമാൻ നബിക്ക് ബോധ്യമായി. അള്ളാഹുവിനെ സാഷ്ടാംഗം ചെയ്ത് അദ്ദേഹം ആ മോതിരം വീണ്ടും കയ്യിലണിഞ്ഞു. അദ്ദേഹം സിംഹാസനത്തിൽ ഉപവിഷ്ടനായപ്പോൾ കാര്യങ്ങളെല്ലാം വീണ്ടും പൂർവ്വസ്ഥിതിയിലായി. സർവ്വജീവജാലങ്ങളും പഴയതുപോലെ അദ്ദേഹത്തിന് കീഴടങ്ങി. പ്രജകൾ സന്തുഷ്ടചിത്തരായി. തൻ്റെ വിജയം ക്ഷമ മൂലം ലഭിച്ചതാണെന്നും ക്ഷമിക്കുന്നവനെ അള്ളാഹു അനുഗ്രഹിക്കുമെന്നും സുലൈമാൻ നബി ജനങ്ങളോട് പറഞ്ഞു.